നമസ്കാരം. എല്ലാ വഴികളും അടയുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിൽ. വഴികളെല്ലാം അടയുന്നവന് പലപ്പോഴും ഒരു ഒടുക്കത്തെ ചങ്കുറപ്പ് വരാറും കാണിക്കാറുമുണ്ട്. ഒന്നുകിൽ ആ ചങ്കുറപ്പിൽ രണ്ടാലൊന്ന് തീരുമാനമാകും. അതായത് അവൻ നിലനിൽക്കുമോ അതോ ഇല്ലാതെയാകുമോ എന്ന് ആ പൊളപ്പ് കാണിക്കുമ്പോഴറിയാം. അത്തരമൊരു മറുപടിയാണ് ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മറുപടി ശരവേഗത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായാലും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൊറിഞ്ഞ് പണി വാങ്ങിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതുവഴി. എന്തായാലും മാധ്യമപ്രവർത്തകരോട് പിണറായി പറഞ്ഞത് കുറച്ച് കടന്ന കൈ ആണ് എന്നതിൽ തർക്കമൊന്നുമില്ല. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെയും അന്വേഷണ ഏജൻസികളെയും വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവെച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ കുറച്ചു കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അത് രഹസ്യമല്ല, കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് ഒരു ഭാഗം തിരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാറുണ്ട്. തൃശ്ശൂരിൽ ഉറപ്പായും സുരേഷ് ഗോപി തോൽക്കും. ഇഡിക്കോ BJPക്കോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യൻ പറഞ്ഞത്. നോട്ട് നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നത്. അന്ന് കൃത്യമായി സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു. സഹകരണ മേഖലകളുടെ വിശ്വാസ്യത നിലനിർത്തി പോകാനാണ് സഹകാരികൾ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് മനുഷ്യരാണ്. ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടാകും. അതിന്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു. അത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാറില്ല. നോട്ട് നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു നടന്നത്. അന്ന് കൃത്യമായി സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു. സഹകരണ മേഖലകളുടെ വിശ്വാസ്യത നിലനിർത്തി പോകാനാണ് സഹകാരികൾ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് മനുഷ്യരാണ്. ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ടാകും. അതിന്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു. അത്തരക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാറില്ലെന്നും പിണറായി പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പായതുകൊണ്ടാണെന്ന് പറയാനും മുഖ്യൻ മറന്നില്ല. കരുവന്നൂർ ബാങ്കിൽ 117 കോടി നിക്ഷേപം തിരികെ കൊടുത്തു. 8.16 കോടി രൂപയുടെ പുതിയ വായ്പ നൽകി. 103 കോടി രൂപ വായ്പയെടുത്തവർ തിരിച്ചു നൽകി. തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ്. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണ്. പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തിരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യൻ പറയുന്നു. തനിക്ക് കള്ളം പറയുന്ന ശീലമില്ലെന്ന് പറഞ്ഞാണ് കരുവന്നൂർ വിവാദത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തുടങ്ങിയത് തന്നെ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുക എന്ന നിലപാടാണ് BJPക്കുള്ളത്. സംസ്ഥാനത്ത് നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോകുന്നത്. എന്നാൽ ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും വകുപ്പും സർക്കാരും നൽകിയില്ല. കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല. തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ്. പ്രതികളുടെ സ്വത്ത് കണ്ടെത്താൻ നടപടിയും സ്വീകരിച്ചു. എന്നാൽ മുഖ്യന്റെ ഈ വാദങ്ങളെല്ലാം ചവറ്റുകുട്ടയിൽ പോകുന്ന വാർത്തകളാണ്. മുഖ്യനും ശിങ്കടികളും മകളും ചേർന്ന് നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തള്ളിമറിക്കൽ ജനങ്ങൾക്ക് ചിരിച്ചു തള്ളാനുള്ള ഒരു കാര്യം മാത്രമായി മാറും. കരുവന്നൂരിൽ തന്നെ PK ബിജു ഉൾപ്പെടെയുള്ളവർ പിണറായിക്കെതിരെ മൊഴി നൽകി വരുന്ന കാലത്താണ് മുഖ്യൻ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സുരേഷ് ഗോപിക്ക് അനുകൂലമാകുന്ന മറ്റൊരു തീരുമാനവും പ്രഖ്യാപിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് അത് തിരികെ നൽകാനുള്ള നിയമസാധ്യത പരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. തിങ്കളാഴ്ച കുന്നംകുളത്ത് നടന്ന BJP തിരഞ്ഞെടുപ്പ് റാലിയിലും മോദി അത് ആവർത്തിച്ചു. കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗവും അതിനു പിന്നാലെ കോടതിയിലെ സത്യവാങ്മൂലം സമർപ്പിക്കലും കഴിഞ്ഞ് 11:45 മോദിയുടെ പ്രസംഗം കുന്നംകുളത്ത് തുടങ്ങിയത്. കരുവന്നൂർ ബാങ്കിൽ 33.27 ലക്ഷം രൂപ നിക്ഷേപമുള്ള വ്യക്തി തന്റെ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് ED തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നിക്ഷേപകന് പണം തിരികെ നൽകുന്നതിന് നിയമപ്രകാരമുള്ള നടപടികൾ പരിഗണിക്കുന്നതാണെന്നും ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നന്ദി.